ഓർഗൽ ഡയഗ്രത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗൽ ഡയഗ്രം ക്യാൻ ബി യൂസ് ടു ഇന്റർപ്രറ്റ് ദി ഇലക്ട്രോണിക് സ്പെക്ട്രം ഓഫ് ഓൺലി വീക്ക് ഫീൽഡ് കോംപ്ലക്സസ് അല്ലേ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്ന കേസുകളിൽ മാത്രം അല്ലെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സുകളുടെ കേസിൽ മാത്രമേ നമുക്ക് ഓർഗൽ ഡയഗ്രം യൂസ് ചെയ്ത് ഇലക്ട്രോണിക് സ്പെക്ട്രം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ സ്പെക്ട്രൽ ടേംസ് അല്ലേ, ഏത് സ്പെക്ട്രൽ ടൈമിന്റെ സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുക? ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേം മാത്രം അല്ലേ. അപ്പം ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേം അക്രോസ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഡി ക്യൂവിന്റെ പ്രസൻസിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്ന് മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. മറ്റ് ടേംസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴി ഉണ്ടാവുന്ന മറ്റ് ടേംസുകളൊന്നും നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഹൈ എനർജി ടേംസ് ഓഫ് അതർ മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഹെൻസ് the levels arising from them have no place in the ഓർഗൽ ഡയഗ്രം അല്ലേ. മറ്റ് ടേംസ് മറ്റ് മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേംസുകളോ അതിൽ നിന്നുണ്ടാകുന്ന സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ടേംസോ ഒന്നും നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗൽ ഡയഗ്രത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Now we have to see different selection rules for electronic transitions in the case of coordination complex. Coordination complex in electronic transitions ne control ചെയ്യുന്ന selection rules ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോറിലേഷൻ ഡയഗ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ഓർഗൽ ഡയഗ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു ചില ട്രാൻസിഷൻസ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ്. അതായത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ട്രാൻസിഷൻസ് അലൗഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഡബിളറ്റ് ഇ ജിയിൽ നിന്ന് ഡബിളറ്റ് ടി ടു ജിയിലേക്ക് അല്ലെങ്കിൽ ഡബിളറ്റ് ടി ടു ജിയിൽ നിന്ന് ഡബിളറ്റ് ഇ ജിയിലേക്ക് അത്തരം ട്രാൻസിഷൻസ് ആണ് അലൗഡ് എന്ന് പറഞ്ഞു. അപ്പം ഇത്തരം സെലക്ഷൻ റൂൾസ് എന്തൊക്കെയാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പെക്ട്രത്തിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഇത്തരം സെലക്ഷൻ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സെലക്ഷൻ റൂൾസ് എന്താ റെപ്രസെന്റ് ചെയ്യുക? they reflect the restrictions on the stage change available to an atom or molecule. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടന്നിട്ട് ഏത് സ്റ്റേജിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ആ കണ്ടീഷൻസ് ആ റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ സെലക്ഷൻ റൂൾസ് കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക. ഇനി ഇത്തരം സെലക്ഷൻ റൂൾസിനെ ഫോളോ ചെയ്യാത്ത തരം ട്രാൻസിഷൻസ് ഉണ്ടാവുക അല്ലേ. അത്തരം ട്രാൻസിഷൻസ് നമ്മൾ എന്ത് പറയും? ഫോർബിഡൻ ട്രാൻസിഷൻസ്. സെലക്ഷൻ റൂൾസിനെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്ന ട്രാൻസിഷൻസ് ആണ് അലൗഡ് ട്രാൻസിഷൻസ്. അത്തരം ട്രാൻസിഷൻ വഴി നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? ഇന്റൻസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതേസമയം സെലക്ഷൻ റൂൾസ് ഫോളോ ചെയ്യാത്ത തരം ട്രാൻസിഷൻസിനെയാണ് ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്ന് പറയുക. അത്തരം ട്രാൻസിഷൻ കൊണ്ട് ഉണ്ടാവുന്ന സ്പെക്ട്ര വളരെ വീക്കായിരിക്കും. For example, triplet T2G to triplet TG, it is an allowed transition അല്ലേ. അതേസമയം triplet T2G to singlet T2G allowed transition ആയിരിക്കുമോ? കാരണം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഡിഫറെന്റ് ആണല്ലേ. 3യിൽ നിന്ന് 2യിലേക്കാണ് ട്രാൻസിഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫോർബിഡൻ ട്രാൻസിഷൻ. അപ്പം ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രയെ കൺട്രോൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ സ്പിൻ സെലക്ഷൻ റൂളും അതേപോലെ ലാപോർട്ടെ സെലക്ഷൻ റൂളാണ്. സ്പിൻ സെലക്ഷൻ റൂൾ ആൻഡ് ലാപോർട്ടെ സെലക്ഷൻ റൂൾ. ഇനി നമുക്ക് ഫസ്റ്റ് സെലക്ഷൻ റൂൾ സ്പിൻ സെലക്ഷൻ റൂൾ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഓഫ് ഡിഫറെന്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആർ ഫോർബിഡൻ അല്ലേ. ട്രിപ്പിളറ്റ് T2Gയിൽ നിന്ന് ഡബിളറ്റ് TGയിലേക്കുള്ള ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. കാരണം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പോൾ അലൗഡ് ട്രാൻസിഷൻ ആണെങ്കിൽ സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫോർബിഡൻ ട്രാൻസിഷനായി മാറും. അതായത് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ സ്പിൻ സ്റ്റേറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ സിംഗിൾ കനോട്ട് അണ്ടർഗോ എ ട്രാൻസിഷൻ ടു എ ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. സോ നമുക്ക് ഒരു ട്രാൻസിഷൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടുത്തെ സ്പിൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 0 ആയിരിക്കണം. അതായത് രണ്ട് കേസിലും എസ് സെയിം ആയിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതൊരു സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആയിരിക്കും. ഇനി നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണെങ്കിൽ നമുക്ക് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ സ്പെക്ട്രേ നമുക്ക് കിട്ടാവുള്ളൂ അല്ലെ. പക്ഷെ ചില സിറ്റുവേഷനിൽ ഇത്തരം സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ നടന്നാൽ നമുക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള ഇന്റൻസിറ്റി ഉള്ള സ്പെക്ട്രൽ ബാൻഡ്സ് നമുക്ക് കിട്ടാറുണ്ട്. അത് ചില സിറ്റുവേഷനിൽ ഇത്തരം സെലക്ഷൻ റൂൾസിന് റിലാക്സേഷൻ സംഭവിക്കാറുണ്ട്. ഇത്തരമൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, ഇഫക്റ്റ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ ഹെവി ആറ്റം ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൊണ്ട് സ്പിൻ സെലക്ഷൻ റൂളിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. So, spin selection rule can be relaxed by the coupling of spin and orbital angular momentum during a transition. Such transitions are spin forbidden. Spin forbidden തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ട്രിപ്ലറ്റ് ടു സിംഗ്ലറ്റ് ആയിരിക്കാം ഒരു പക്ഷേ ട്രാൻസിഷൻ. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്പിൻ അലൗഡ് ട്രാൻസിഷനേക്കാളും വീക്കർ ആയിട്ടുള്ള സ്പെക്ട്ര ആയിരിക്കും. അതുപോലെ തന്നെ വീക്കർ സ്പെക്ട്ര ആയിരിക്കും കിട്ടുക. പക്ഷേ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇന്റൻസ് ട്രാൻസിഷൻ കിട്ടും. കാരണം എന്താണ്?
അവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നടക്കുക വഴി സ്പിൻ സെലക്ഷൻ റൂളിന് ചെറിയ റിലാക്സേഷൻ കിട്ടുന്നതുകൊണ്ട്. ഇനി സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആറ്റമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആറ്റം ഹെവിയർ ആറ്റം ആവുമ്പോൾ എന്ത് പറ്റും? ദ എക്സ്റ്റെന്റ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വിൽ ബി ഹയർ അല്ലേ. അങ്ങനെ സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിന്റെ എക്സ്റ്റെന്റ് ഹയർ ആവുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന, ഫോർബിഡൻ ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ ബാൻഡിന്റെ ഇന്റൻസിറ്റി കൂടി വരും. അപ്പോൾ എങ്ങനെ പറയാം, നമുക്ക് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഹെവിയർ ആവുമ്പോൾ അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ കൂടി വരുന്ന സിറ്റുവേഷനിൽ സ്പിൻ ഫോർബിഡൻ ബാൻഡുകളുടെ ഇന്റൻസിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആറ്റമിക് മാസിനെ അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന, ഇപ്പോൾ ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസിന്റെ ബാൻഡ് എന്ന് പറഞ്ഞ സ്പെക്ട്ര വളരെ വീക്കായിരിക്കും. അതേസമയം സെക്കൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയസിലെ ആറ്റമിക് നമ്പർ കൂടുകയാണ്, അതുവഴി സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൂടുതൽ നടക്കുകയും സ്പിൻ റിലാക്സേഷൻ കൂടുതൽ നടക്കുകയും ചെയ്യും. അതുവഴി കിട്ടുന്ന സ്പെക്ട്ര എങ്ങനെയായിരിക്കും? കൂടുതൽ ഇന്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ സ്പിൻ സെലക്ഷൻ റൂളിന്റെ ബ്രേക്ക് ഡൗൺ, അതിന്റെ വയലേഷൻ നമ്മൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വഴി നടക്കുന്ന വയലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹെവി ആറ്റം കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിൻ സെലക്ഷൻ റൂള് വഴി ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷനും ചിലപ്പോൾ ഇന്റൻസിറ്റി കാണിക്കാറുണ്ട്. അതിന് കാരണം സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഹെവി ആറ്റം ഇഫക്റ്റ് ആണ്. ആറ്റമിക് മാസ് കൂടി വരുന്തോറും, സെൻട്രൽ മെറ്റൽ അയണിന്റെ ആറ്റമിക് മാസ് കൂടി വരുന്തോറും ഈ ഫോർബിഡൻ ബാൻഡിന്റെ ഇന്റൻസിറ്റി കൂടി വരികയും ചെയ്യും. സെക്കൻഡ് സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ ആണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ, ഫോർ എ ട്രാൻസിഷൻ ടു ബി അലൗഡ് ദർ ഷുഡ് ബി പാരിറ്റി ചേഞ്ച് അല്ലേ. സോ നമ്മുടെ സിസ്റ്റം സെൻട്രോസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ഈവൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ ഓഡ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ ഫോർബിഡൻ ആയിരിക്കും അല്ലേ. അതേസമയം ഒരു ഈവൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഓഡ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ മാത്രമായിരിക്കും അലൗഡ്. അതായത് അവിടെ ഒരു പാരിറ്റി ചേഞ്ച് വേണം. ഇപ്പൊ G to U അല്ലെങ്കിൽ U to G ട്രാൻസിഷൻസ് അലൗഡ് ആയിരിക്കും. അവിടെ G ഈവനും U ഓഡുമാണ് അല്ലേ. അതേസമയം ഈവൻ ടു ഈവൻ G to G ട്രാൻസിഷൻ അല്ലെങ്കിൽ ഓഡ് ടു ഓഡ് U to U ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോർബിഡൻ ആണ്. സോ അതുകൊണ്ട് തന്നെ DD ട്രാൻസിഷൻസ് അല്ലെങ്കിൽ P to P ട്രാൻസിഷൻസ് എല്ലാം ഫോർബിഡൻ ആണ്. അതേസമയം S to P ട്രാൻസിഷൻസ് അല്ലെങ്കിൽ P to D ട്രാൻസിഷൻസ് എല്ലാം അലൗഡ് ആണ് സെൻട്രോസിമെട്രിക് കോംപ്ലക്സുകളിൽ. സോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിലെ DD ട്രാൻസിഷൻ ലാപ്പോർട്ടെ ഫോർബിഡൻ ആയതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഒരു വീക്ക് ബാൻഡാണ്, ഇന്റൻസിറ്റി കുറഞ്ഞ വീക്ക് ബാൻഡാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ DD ട്രാൻസിഷൻ വഴി നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ മെജോറിറ്റി നമുക്കറിയാം, മെജോറിറ്റി ഓഫ് ദ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആർ കളേർഡ് അല്ലേ. അത് എന്തുകൊണ്ടാണ്? ഈ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾസ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് അതിന്റെ സിമെട്രിയിൽ എന്തെങ്കിലും മാറ്റം വരാം. അത് വൈബ്രേഷൻ, ബോണ്ട് വൈബ്രേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ജോയിന്റുള്ള ഡിസ്റ്റോർഷൻ കൊണ്ടാവാം. അപ്പൊ അതിന്റെ സിമെട്രിയിൽ വ്യത്യാസം വന്നാൽ അതിന് സെൻട്രോസിമെട്രി നഷ്ടപ്പെടും. സെൻട്രോസിമെട്രി നഷ്ടപ്പെടുമ്പോഴേക്കും ഈ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവുന്നില്ല അല്ലെ. സെൻട്രോസിമെട്രി ഉണ്ടെങ്കിലാണ് GU ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ വയലേറ്റ് ചെയ്യുക വഴിയാണ് മിക്കവാറും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ കളേർഡ് ആയിട്ട് കാണുക. ഇനി ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ ആപ്ലിക്കബിൾ ആവുമോ? കാരണം എന്താ? അതിന് സെൻട്രോസിമെട്രി ഇല്ല അല്ലെ. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഹാവ് നോ സെൻട്രോസിമെട്രി ആൻഡ് ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ is not applicable. Therefore, D to D transitions are very strong in the case of tetrahedral complex. ഇനി ലാപ്പോർട്ടെ സെലക്ഷൻ റൂളിന്റെ വയലേഷൻ എങ്ങനെയാണ് നടക്കുക, റിലാക്സേഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? കോംപ്ലക്സിന്റെ എൻവയോൺമെന്റിൽ അതിന്റെ ലിഗാൻഡ് ഫീൽഡ്, അത്തരം കാര്യങ്ങളെല്ലാം ലാപ്പോർട്ടെ സെലക്ഷൻ റൂളിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. The environment of the complex may cause some distortion to the geometry with perfect centrosimetry. അതിന്റെ ലിഗാൻഡ് എൻവയോൺമെന്റിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഒരു പക്ഷേ പെർഫെക്റ്റ് സെൻട്രോസിമെട്രിയിൽ നിന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് ജിയോമെട്രിയിൽ നിന്നൊരു ഡീവിയേഷൻ വരാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് ആണെങ്കിൽ അല്ലേ. ചിലപ്പോൾ പെർഫെക്റ്റ് ജിയോമെട്രിയിൽ നിന്ന് മാറ്റം വന്നാൽ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ വയലേറ്റ് ചെയ്യപ്പെടാം. അതുപോലെ പോളിയാറ്റോമിക് ലിഗാൻസ് ആണുള്ളെങ്കിൽ ആ ലിഗാൻസിന്റെ ഇൻട്രിൻസിക് സ്ട്രക്ചർ കൊണ്ട് അതിന്റെ സിമെട്രിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ നമ്മുടെ മെറ്റല് ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ ആണെങ്കിലും പോളിയാറ്റോമിക് ലിഗാൻസ് വരുമ്പോൾ ലിഗാൻഡിന്റെ സിമെട്രിയിലുള്ള ഡിഫറൻസ് കൊണ്ട് സെൻട്രോസിമെട്രി നഷ്ടപ്പെടാം. അത്തരം സിറ്റുവേഷനിലും ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ വയലേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ മെറ്റൽ ലിഗാൻഡ് ബോൺസ് ദേ ആർ നോട്ട് വെരി റിജിഡ് ബോൺസ് അല്ലേ. ചില സമയത്ത് മെറ്റൽ ലിഗാൻഡ് ബോൺസിന് വൈബ്രേഷൻസ് നടക്കാം. ഇങ്ങനെ വൈബ്രേഷൻസ് നടക്കുമ്പോൾ ബോണ്ട് ലെങ്ത്തിന് വ്യത്യാസം വരാം അല്ലെ. ചില ബോൺസ്
ലോങ്ങർ ആവാം, ചില ബോൺസ് ഷോർട്ടർ ആവാം. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ്ലി ആ ഒരു ടെമ്പററിലി ആ കോംപ്ലക്സിന് അതിൻ്റെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് സെൻട്രൽ ഓഫ് സിമെട്രി നഷ്ടപ്പെടാം. ഓക്കെ, സോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇത്തരം മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ വഴി സെൻട്രൽ ഓഫ് സിമെട്രി നഷ്ടപ്പെടുന്ന ആ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് വൈബ്രോണിക് കപ്ലിംഗ്. ഓക്കെ, സോ വൈബ്രോണിക് കപ്ലിംഗ് ഈസ് എ വേ ടു റിലാക്സ് ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ. ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ വയലേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വൈബ്രോണിക് കപ്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ബ്രൈറ്റ് കളർ വരുന്നത്. ഡി ട്രാൻസിഷൻസ് പാരിറ്റി ഫോർവേഡിനാണ്, ലാപ്പോർട്ടെ ഫോർവേഡിനാണെങ്കിൽ പോലും ഈ വൈബ്രോണിക് കപ്ലിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് കളർ തരിക. അതേപോലെ തന്നെ പി ഡി ഓർബിറ്റൽസ് എല്ലാം മിക്സപ്പ് ചെയ്യുക വഴി നമുക്ക് ലാപ്പോർട്ടെ സെലക്ഷൻ റൂളിന് വയലേഷൻ വരാം. മിക്സിംഗ് ഓഫ് പി ആൻഡ് ഡി ഓർബിറ്റൽസ് റിസൾട്ട് ഇൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഡ്യൂ ടു ഹൈബ്രിഡൈസേഷൻ and hence provides a means for DD transition, which are intense. Now let us see in the factors affecting intensities of spectral lines. Intensity of absorption bands are measured experimentally in terms of the molar absorption coefficient. Epsilon എന്ന് പറയുന്ന molar absorption coefficient termsലാണ് നമ്മൾ absorption bandsന്റെ intensity measure ചെയ്യുക. ഈ molar absorption coefficient absorptionനെ ഇന്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് ലോ വഴിയാണ്? ബീർ-ലാംബർട്ട്സ് ലോ വഴിയാണ്. ബീർ-ലാംബർട്ട്സ് ലോ പറയുന്നത് log I/I0 is equal to epsilon CL. I0 എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, I is the intensity of transmitted light, C is the concentration of absorbing media, unit is gram mole per liter, and L is the length of the path length represented in centimeter. സാമ്പിളിന്റെ ലെങ്ത് ആണ്. log I/I0 എന്ന് പറയുന്നതാണ് അബ്സോർബൻസ് A. അപ്പം log I/I0ക്ക് വരെ നമുക്ക് A അബ്സോർബൻസ് റെപ്രസെന്റ് ചെയ്യാം. സോ A is equal to epsilon CL, അല്ലെങ്കിൽ epsilon is equal to A/CL എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് ബീർ-ലാംബർട്ട്സ് ലോ വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ സ്പെക്ട്രയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് സ്പെക്ട്രൽ വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. സോ ചില സിറ്റുവേഷനിൽ നമുക്ക് കോർഡിനേഷൻ കോംപ്ലക്സിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്ര മെഷർ ചെയ്യുമ്പോൾ ഷാർപ്പ് ആയിരിക്കും, ചില സിറ്റുവേഷനിൽ ബ്രോഡ് സ്പെക്ട്ര ആയിരിക്കും കിട്ടുക. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ കൺട്രോൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹെക്സാക്വ ടൈറ്റാനിയം 3+ എന്ന് പറയുന്ന കോംപ്ലക്സിൽ നമുക്ക് കിട്ടുക ഒരു ബ്രോഡ് ബാൻഡ് ആണ്. കാരണം എന്താണ്? അതിന്റെ നോൺ റിജിഡ് മെറ്റൽ ലിഗാൻഡ് ബോൺസ് റിജിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നോൺ റിജിഡ് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ മെറ്റൽ ലിഗാൻഡ് ബോൺസ് റിജിഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വൈബ്രോണിക് കപ്ലിംഗ് നടക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് അല്ലേ ഈ ഒരു ബ്രോഡ് ബാൻഡിന് കാരണമാകുക. അതുപോലെ ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ അതിലെ ഡി ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ജിയോമെട്രിയിൽ അത് നിൽക്കുമ്പോൾ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലായിട്ട് ഫോർ എക്സാമ്പിൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിരിക്കില്ല, ചെറിയ ഡീവിയേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തിലേക്ക് വഴിവെക്കും? ബ്രോഡ് ബാൻഡ്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകും. അപ്പോൾ ലൈൻ ബ്രോഡനിങ്ങിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ അല്ലെങ്കിൽ വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയും. ദെൻ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഉണ്ട്. അതേപോലെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ജോൺടല്ല ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹെക്സാക്വ ടൈറ്റാനിയം 3+ കോംപ്ലക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ D1 സിസ്റ്റം ആണല്ലേ. അപ്പോൾ T2G1 EG0 ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വഴി T2G ലോവർ എനർജി, EG ഹയർ എനർജി ആവുന്നു. സിംഗിൾ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് T2Gയിൽ ലോവർ ലെവൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ലോവർ ലെവൽ T2Gയിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുമ്പോൾ T2Gയിൽ നിന്നുള്ള ഇലക്ട്രോൺ EGയിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G0 EG1 ആയി മാറുന്നു. നമുക്കറിയാം EG ലെവലിൽ അൺഈവൻ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ അത് എന്തിലേക്ക് വഴിവെക്കും? ജോൺടല്ല ഡിസ്റ്റോർഷൻ അത് കാരണമാകും അല്ലേ. അപ്പം ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഹെക്സാക്വ ടൈറ്റാനിയം 3+ന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ജോൺടല്ല ഡിസ്റ്റോർഷന് കാരണമാകും. ഡ്യൂ ടു ജോൺടല്ല ഡിസ്റ്റോർഷൻ the double degenerate excited state gets split into two, which results in broad spectral bands. അപ്പം EG ലെവൽ മാത്രമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. EGയിലേക്ക് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് T2G ലെവലിൽ നിന്ന് EGയിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? EGയിൽ dx²-y² dz² ഉണ്ടല്ലേ. അതിലൊന്നിൽ മാത്രം ഇലക്ട്രോൺ വരുന്ന സിറ്റുവേഷനിൽ ഈ ഡീജനറസി ലിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, മോളിക്യൂൾ അതിന്റെ സിമെട്രി നഷ്ടപ്പെടുത്തി ഡീജനറസി നഷ്ടപ്പെട്ട് ഈ dx²-y² dz² വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് എനർജി ലെവൽസ് ആയിട്ട് മാറുന്നു. അപ്പം ഈ ജോൺടല്ല ഡിസ്റ്റോർഷനും എന്തിന് കാരണമാകുന്നുണ്ട്? അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെ ബ്രോഡനിങ്ങിന് കാരണമാകുന്നു. TH26 3+ൽ കിട്ടുന്ന സ്പെക്ട്രയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ COF6 3- നോക്കുവാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സ്പെക്ട്ര നമുക്കിവിടെ കാണാം. കാരണം
Eg3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും സ്പെക്ട്രൽ സ്പ്ലിറ്റിംഗ് നടക്കുക.